നമസ്കാരം. വഖഫ് നിയമ ഭേദഗതി ബില്ല് അത് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് എന്ന് നമുക്കറിയാം. ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചു. അതിനുശേഷം സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ, അതായത് ശീതകാല സമ്മേളനത്തിൽ ഈ ബില്ല് വീണ്ടും ലോക്സഭയുടെ പരിഗണനയ്ക്കായി വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി JPC-യുടെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തത് കാരണം ആ ബില്ല് ആ ഘട്ടത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ ബഡ്ജറ്റ് സമ്മേളനം വരികയാണ്. ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഉറപ്പായും വഖഫ് നിയമ ഭേദഗതി വീണ്ടും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വരികയും അത് പാസ്സാക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ശ്രമം. സംയുക്ത പാർലമെൻ്ററി സമിതിയിൽ പ്രതിപക്ഷാംഗങ്ങളുമുണ്ട്. പ്രതിപക്ഷാംഗങ്ങൾ എപ്പോഴും ഈ പാർലമെൻ്ററി സമിതി യോഗം കൂടുമ്പോഴെല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം മതത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നാണ് പ്രതിപക്ഷ MP-മാർ ആരോപിക്കുന്നത്. മാത്രമല്ല, തങ്ങൾക്ക് ഈ നിയമം അല്ലെങ്കിൽ നിയമത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ അത് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ MP-മാർ അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങൾ സമിതി യോഗത്തിൽ ബഹളമുണ്ടാക്കുമായിരുന്നു. പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് പോലും പോയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് MP ഗ്ലാസ് ബോട്ടിൽ പൊളിച്ചതും അദ്ദേഹത്തിൻ്റെ കൈ മുറിഞ്ഞതുമൊക്കെ വാർത്തയായിരുന്നതാണ്. ഇന്നത്തെ സംയുക്ത പാർലമെൻ്ററി സമിതി യോഗത്തിലും ചില നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കാനായിരുന്നു പ്രതിപക്ഷ MP-മാരുടെ പ്രതിപക്ഷ അംഗങ്ങളുടെ ശ്രമം. ഇതിൻ്റെ ഏക ഉദ്ദേശം എന്നത് ഈ വരാൻ പോകുന്ന ബജറ്റ് സമ്മേളനത്തിലും JPC റിപ്പോർട്ട് സമർപ്പിക്കരുത്, അതിനുശേഷം ഈ ബില്ല് പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ജോയിൻറ്റ് പാർലമെൻ്ററി സമിതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ രാജ്യമെമ്പാടും പാവപ്പെട്ട ജനങ്ങളുടെ വസ്തുക്കളിന്മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയും അവരെ കുടിയിറക്കി വിടാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എത്രയും വേഗം ഈ ബില്ല് പാസ്സാക്കി വഖഫ് ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള അധികാരങ്ങൾ എടുത്തു കളയുക, ഭരണഘടനയ്ക്ക് അതീതമായ അധികാരങ്ങൾ എടുത്തു കളയുക എന്നതാണ് BJP-യും സർക്കാരും എല്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ JPC റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക, ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ പ്രതിപക്ഷ ഗൂഢാലോചന തിരിച്ചറിഞ്ഞ് ഇപ്പോൾ BJP അതിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. സംയുക്ത പാർലമെൻ്ററി സമിതിയിൽ നിന്നും 10 പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഏതു വിധേനയും സമിതി റിപ്പോർട്ട് നിശ്ചിത കാലത്തിന് ഉള്ളിൽ തന്നെ, അതായത് വരുന്ന ബജറ്റ് പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ ഇത് മന്ത്രിസഭയുടെ അംഗീകാരത്തിന് സമർപ്പിച്ച് ബില്ല് അവതരിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് BJP. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.